ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മാധുര്യമുണ്ട്, ഒരു മധുരമുണ്ട്, ഒരു സുഖമുണ്ട്. അത് അനുഭവിച്ചവർക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നുള്ളൂ. അല്ലാത്തവർക്ക് അവരൊക്കെ വന്നത് ശല്യാണ്. എന്റെ പൊന്നോ, അവിടെ പോയി ഇരുന്ന അവരൊക്കെ ഇങ്ങോട്ട് കയറി വരും. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല, ഒരിടത്ത് സ്വസ്ഥത തരൂല, അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അതായത് രണ്ട് കൂട്ടർ ആൾക്കാരുണ്ട്. കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കൂട്ടായ്മ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. കൂട്ടായ്മ ഇഷ്ടപ്പെടാത്തവരോട് എന്തൊക്കെ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞാലും അതെല്ലാം ശല്യമായിട്ട് അവർ കണക്കാക്കുള്ളൂ. ഇന്നത്തെ വചനത്തിൽ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ ഉണ്ടല്ല, അത് ഈശോയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതുകൊണ്ടെന്ന് അറിയാവാ. തൃത്വത്തില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കൂട്ടായ്മയുടെ മാധുര്യം ഈശോയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ കൂട്ടായ്മയും ഫ്രണ്ട്ഷിപ്പും ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. അത് അനുഭവിക്കണം, അതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കണമെങ്കിൽ. അപ്പം ഇന്ന് കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. അത് അങ്ങനെ ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണമെങ്കിൽ ഇതിന്റെ ബ്യൂട്ടി നമുക്ക് അനുഭവമാവണം. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ, ഈ കൈ കോർത്തു പിടിക്കുന്ന കൂട്ടായ്മയുടെ ഒരു മനോഹാരിതയുണ്ട്, ഒരു സുഖമുണ്ട്. അത് അനുഭവിക്കാൻ സാധിക്കട്ടെ. അത് അനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയും കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ചെയ്യും. അനുഭവിക്കാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.